ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? ഇന്ന് നമ്മുടെ ഋതുനന്ദയുടെ ബർത്ത്ഡേ അല്ലേ? നമുക്ക് കേക്ക് കിട്ടേണ്ടേ? വാ വാ വാ, സമയമില്ല, വാ. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള രാഖി എന്ന നമ്മുടെ വെൽവിഷറിൻ്റെ മകൾ ഋതുനന്ദയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് നമ്മളോടൊപ്പം ആഘോഷിക്കാൻ രാഖി ആഗ്രഹിച്ചു. ഇപ്പോൾ നമുക്ക് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഋതുനന്ദ കുട്ടിക്ക് നമ്മുടെ സൂര്യയുടെ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ സൂര്യ പാടാൻ തയ്യാറാണോ? പാടാമല്ലോ. പാടാം. ഞാൻ എന്താണെന്ന് പാടാനായിട്ട് അപ്പൂൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയത്. ചിലപ്പോൾ സൂര്യയുടെ പാട്ട് കേട്ടെ അപ്പൂൻ്റെ കാല് ശരിയാവണമെങ്കിലോ. അപ്പു എണീറ്റ് ഓടിയല്ലോ ഇവിടെ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ അപ്പൂൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഋതുനന്ദ കുട്ടിക്കും നമ്മുടെ അപ്പൂസിനും വേണ്ടിയിട്ട് സൂര്യ ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പോകണം. ഓക്കെ, പാടിക്കോ സൂര്യ. പച്ചപ്പവിഴ വർണ്ണക്കുടന് വരുമാവണിത്തിരുവിഴ ചെല്ലത്തമിഴ് നൻപുത്തിരണരുമായിരം പുതുനിറം എൻ്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എൻ്റെ കുറെ ചൊല്ലുന്ന മലർത്തേങ്കിളി കന്നിക്കുറി മാനം അവനേകുമോ അവനില്ലാതെ ഞാനില്ല എന്നെ കണ്ണന്റെ സാഗതി ചൊല്ലുമോ പരിഭവം പറയുമോ പച്ചപ്പവിഴ വർണ്ണക്കുടന് വരുമാവണിത്തിരുവിഴ തമിഴ് നൻപത്തിരണരുമായിരം പുതുനിറം. വൗ, അമേസിങ്. ഓക്കെ. അപ്പോ എണീറ്റ് ഓടാൻ തോന്നുന്നുണ്ടോ? കാൽ ശരിയാ? കാലിങ്ങനെ ഇങ്ങനെ എന്താന്നുണ്ടോ വൈബ്രേഷൻ? സൂര്യയുടെ പാട്ട് കേട്ട്